കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില 1,01,600 രൂപ എന്നുള്ള ഒരു റെക്കോർഡ് വിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേവലം 20 വർഷം മുമ്പ് 2005 പവന് 5,000 രൂപയുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് 1,00,000 രൂപ കടന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ 2025 തുടങ്ങിയ സമയത്ത് ജനുവരിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്വർണ്ണാഭരണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ സ്വർണ്ണാഭരണത്തിന് 75% മൂല്യവർധന ഉണ്ടായിരിക്കുന്നു. സ്വർണം മേടിച്ചു കൂട്ടിയവർക്കൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ വിവാഹ മാർക്കറ്റിലൊക്കെ ഇറങ്ങി പോകുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് വിഷമവുമുള്ള കാര്യമാണ്. എന്നാലും വില കൂടുന്നതിനനുസരിച്ച് നിക്ഷേപകരും വിവിധ രാജ്യങ്ങളും കേന്ദ്ര ബാങ്കുകളുമൊക്കെ സ്വർണം വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പ്രതിസന്ധിയിലും ഉറപ്പുള്ളൊരു നിക്ഷേപം എന്ന നിലയിൽ പൊതുവിൽ നമ്മൾ കാണുന്ന ഒന്നാണ് സ്വർണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലവർധന ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും US ഫെഡറൽ റിസർവ് നയമാണ്. അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന സൂചനകൾ നൽകുന്നത് സ്വർണത്തിന് അനുകൂലമായി. പലിശ നിരക്ക് കുറയുമ്പോൾ ഡോളറിന്റെ മൂല്യം ഇടിയുകയും നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്യും. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് 2025 ഡിസംബർ ആദ്യം അടിസ്ഥാന പലിശ നിരക്കിൽ കേവലം 0.5% കുറവ് വരുത്തിയതിനെ തുടർന്നാണ് സ്വർണം, വെള്ളി തുടങ്ങിയ മൂല്യമേറിയ ലോഹങ്ങൾ അതിവേഗത്തിൽ ഇത്തരത്തിൽ അതിന്റെ മൂല്യം കൂടുന്നതിലേക്ക് പോയത്. 2026 പലിശ വീണ്ടും കുറയ്ക്കുമെന്നൊരു നിലപാടും ഫെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞിട്ടുണ്ട്. പലിശ ഇനിയും കുറഞ്ഞാൽ ഇതിനെ തുടർന്ന് ഡോളറും ബോണ്ടും വരുമാനം കുറയും. കൂടുതൽ ആളുകൾ ഇനിയും നിക്ഷേപമായി സ്വർണത്തെ കണക്കാക്കാൻ തുടങ്ങും. മറ്റൊന്ന് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ്. കേരളത്തിലെ സ്വർണ്ണവില പ്രധാനമായും നിർണ്ണയിക്കുന്നത് ആഗോള വിപണിയിലെ വിലയെ അടിസ്ഥാനമാക്കിയാണ്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,500 അടുത്തെത്തിയത് ആഭ്യന്തര വിപണിയെ ബാധിച്ചിട്ടുണ്ട്. 2026 $5,000 എത്തുമെന്നാണ് രാജ്യാന്തര നിക്ഷേപ സ്ഥാപനമായ ഗോൾഡ്സ്മാൻ സാക്സിന്റെയൊക്കെ അവരുടെ റിസൾട്ടിൽ പറയുന്നത്. $5,000 രാജ്യാന്തര വിപണിയിൽ വില എത്തിയാൽ കേരളത്തിൽ പവന് ഇപ്പോൾ ഉള്ള 1,01,600 രൂപയിൽ നിന്നും അത് 1,12,000 1,15,000 രൂപയിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അത് ഇനിയും കുറയില്ല വില എന്നുള്ളതാണ്. ഇനി 50% മുന്നേറ്റം 2026 പ്രവചിക്കുന്നുണ്ട്. 2029 സ്വർണ്ണവില $10,000 കടക്കുമെന്ന പ്രവചനങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ തുടർന്ന് പോയാൽ പവന് ഒരു 2-3 ലക്ഷം രൂപ വരെയൊക്കെ കടക്കാം. മറ്റൊന്നാണ് കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണ ശേഖരണം. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങി ശേഖരിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഒരു അസറ്റ് എന്ന നിലയിൽ ഇത് വിപണിയിൽ സ്വർണത്തിന്റെ ലഭ്യത കുറയ്ക്കും. ലഭ്യത കുറയുന്ന ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കും, ഡിമാൻഡ് കൂടും. മറ്റൊന്നാണ് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഒരു പ്രധാന കാരണമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളും രാഷ്ട്രീയ അസ്ഥിരതകളും നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഓഹരി വിപണിയിലെ അസ്ഥിരത ഭയന്ന് പലരും സ്വർണത്തെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു നിക്ഷേപമായാണ് കാണുന്നത്. ഇത് വില കൂടാൻ കാരണമായി. മറ്റൊന്ന് ഏറ്റവും പ്രധാനം ഇന്ത്യയിൽ രൂപയുടെ മൂല്യത്തകർച്ച. അത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം വാങ്ങുന്നതൊക്കെ ഡോളറിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇടിയുമ്പോൾ സ്വർണം ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ പണം നമ്മൾ നൽകേണ്ടി വരുന്നു. ഇത് ഇന്ത്യയിലെ സ്വർണ്ണവില വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധരൊക്കെ പറയുന്നത്. വിവാഹ സീസണുകളൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രാദേശികമായ ഡിമാൻഡ് കൂടുന്നത് വിലയെ സ്വാധീനിക്കും. എന്തായാലും സ്വർണ്ണവില 1,00,000 എത്തിയതോടെ ആഭരണപ്രിയരും സാധാരണക്കാരും എന്തായാലും പ്രതിസന്ധി നേരിടും. പണിക്കൂലിയും GSTയും ഹോൾമാർക്ക് ഫീസും ഒക്കെ ചേരുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ മേടിക്കുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റായി മാറും. സ്വർണ്ണത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ഗോൾഡ് ETF-ലും മറ്റും നിക്ഷേപം നടത്തിയവർക്കും സ്വർണ്ണാഭരണത്തിന് പകരം നിക്ഷേപ നിലയിൽ കോയിനുകളും ബാറുകളും വാങ്ങിച്ചവർക്കുമൊക്കെ എന്തായാലും കോൾ അടിച്ചിട്ടുമുണ്ട്.